മലപ്പുറം തിരൂരിൽ ലേണേഴ്സ് ടെസ്റ്റിന്റെ പേരിൽ വൻ അഴിമതി. പണം വാങ്ങി ലേണേഴ്സ് ടെസ്റ്റിൽ ജയിപ്പിച്ചതായി വിജിലൻസിന്റെ കണ്ടെത്തൽ. വിദേശ രാജ്യങ്ങളിൽ ലൈസൻസ് ഉള്ളവർക്ക് നടത്തുന്ന പരീക്ഷയിലാണ് ഈ ക്രമക്കേട്. ചോദ്യങ്ങൾ കഠിനമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തട്ടിപ്പ്. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് ചേരുന്നു. സമീർ, എന്താ സംഭവിച്ചത്? ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. ഗുഡ് ഈവനിങ് എസ് കെ എൻ. തിരൂർ RT ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ ഒരു തട്ടിപ്പ് നടക്കുന്നു എന്നുള്ളതാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ്. ഒന്ന് വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ വിദേശ രാഷ്ട്രങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ആളുകൾക്ക് ഇന്ത്യയിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കണമെങ്കിൽ അവർക്ക് റോഡ് ടെസ്റ്റ് പാസ്സാകേണ്ടതില്ല, മറിച്ച് ലേണേഴ്സ് പരീക്ഷ മാത്രം പാസ്സായാൽ മതി എന്നുള്ളതാണ്. എന്നാൽ ഈ ലേണേഴ്സ് പരീക്ഷ പാസ്സാവണമെങ്കിൽ അത് വളരെ കഠിനമായ പരീക്ഷയാണെന്നും അത് പാസ്സാവാൻ വലിയ ബുദ്ധിമുട്ടുണ്ടെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഏജന്റുമാർ മുഖേന RT ഓഫീസിലേക്ക് ഈ ലൈസൻസ് ആവശ്യമുള്ള ആളുകൾ എത്തുന്നു. ഇവരിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ഈ ലേണേഴ്സ് പരീക്ഷയിൽ വിജയിപ്പിച്ച് ഇവർക്ക് സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം. ആകെ 150 രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമായി വളരെ എളുപ്പത്തിൽ എഴുതിക്കൊണ്ട് പാസ്സാകാൻ കഴിയുന്ന ഒരു പരീക്ഷയാണ് അത്തരത്തിൽ പണം വാങ്ങിക്കൊണ്ട് RT ഓഫീസിൽ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ലേണേഴ്സ് പരീക്ഷ എഴുതണമെങ്കിൽ RT ഓഫീസിൽ നേരിട്ട് ഈ പരീക്ഷ എഴുതേണ്ടയാൾ എത്തുകയും അദ്ദേഹം അത് ഈ കമ്പ്യൂട്ടറിൽ പരീക്ഷ എഴുതുകയും അങ്ങനെ വിജയിക്കുകയും ചെയ്യുന്നതാണ് ഇതിന്റെ രീതി എന്നുള്ളത്. എന്നാൽ മറിച്ച് ഈ പരീക്ഷ എഴുതേണ്ടയാൾ ഈ ഓഫീസിൽ പോലും എത്താതെ ഇവരുടെ ഈ പരീക്ഷ RT ഓഫീസിൽ വെച്ച് ആരോ അത് അറ്റൻഡ് ചെയ്യുകയും അവർ വിജയിക്കുകയും അവർക്ക് ലൈസൻസ് ലഭിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് തിരൂർ RT ഓഫീസിൽ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം. 5000 രൂപ മുതൽ ഏതാണ്ട് 1/4 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ഇനത്തിൽ ഈ കൈക്കൂലിയായി ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഈ ഏജന്റുമാരും കൈക്കലാക്കിയത് എന്നുള്ളതാണ് ഈ വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് 4 പേരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ 2 പേരെ കഴിഞ്ഞ ദിവസം തന്നെ വിജിലൻസിന് കണ്ടെത്താൻ കഴിഞ്ഞു. അവർ ഈ ലേണേഴ്സ് ടെസ്റ്റ് എഴുതുക പോലും ചെയ്യാതെ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യം ഈ വിജിലൻസിന് മനസ്സിലാവുകയും ചെയ്തു എന്നുള്ളതാണ്. തിരൂർ RT ഓഫീസിലെ 15ഓളം ഫയലുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് പരിശോധിച്ചത്. അതിൽ 4 ഫയലുകൾ ഇത്തരത്തിലുള്ള പണം വാങ്ങിക്കൊണ്ട് ലൈസൻസ് നൽകുന്ന ഒരു രീതിയാണ് ഉള്ളത് എന്നുള്ളതാണ് ഏറെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. ഇപ്പോൾ തിരൂർ RT ഓഫീസിൽ ലേണേഴ്സ് പരീക്ഷയ്ക്ക് ഗതാഗത നിയമങ്ങളെ കുറിച്ചുള്ള ചോദ്യമല്ല വരുന്നത്, മറിച്ച് എത്ര പണം ലഭിക്കുമെന്നുള്ള ചോദ്യമാണ് വരുന്നത് എന്നുള്ള ആക്ഷേപമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് എന്നുള്ളതാണ്. ഈ കേസുമായി നടപടിയുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ വിജിലൻസിന്റെ തീരുമാനം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് സർക്കാരിലേക്ക് വിജിലൻസ് സമർപ്പിക്കും. മാത്രമല്ല തുടർ നടപടികൾക്കുള്ള അനുമതിയും വാങ്ങിയ ശേഷം തുടർ നടപടി സ്വീകരിച്ച് ഈ ഒരു മാഫിയയെ പൂട്ടാൻ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ തീരുമാനം. പ്രാഥമികമായി വിജിലൻസ് മനസ്സിലാക്കുന്നത് ഇത് ഏജന്റുമാർ മാത്രമല്ല ഈ RT ഓഫീസിലെ ചിലരുടെ സഹായങ്ങളും ഒപ്പം തന്നെ ചിലരുടെ ഒത്താശയും ഈ ഒരു തട്ടിപ്പിനുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ RT ഓഫീസിലുള്ളവരും ഒരുപക്ഷെ പണം വാങ്ങിയിട്ടുണ്ടാകാം, ഏജന്റുമാരും പണം വാങ്ങിയിട്ടുണ്ടാകാം. ഇവർ 2 പേരും ചേർന്നുകൊണ്ടുള്ള ഒരു ഒത്തുകളി തട്ടിപ്പാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിജിലൻസിന്റെ കണ്ടെത്തൽ എന്നുള്ളതാണ്. തിരൂർ RT ഓഫീസിൽ മണിക്കൂറുകളോളമാണ് അതുമായി ബന്ധപ്പെട്ട റെയ്ഡ് ഈ വിജിലൻസ് നടത്തിയിരിക്കുന്നത്. വിജിലൻസിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് CI ജ്യോതിന്ദ്രകുമാറും സംഘവും ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും വലിയ തട്ടിപ്പ് പുറത്തു കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഈ ലേണേഴ്സ് ടെസ്റ്റിന് എവിടെ വെച്ചു ആർക്കും തന്നെ അപേക്ഷിക്കാവുന്നതാണ്. ആകെ 150 രൂപ മാത്രമാണ് ഈ ഒരു പരീക്ഷയുടെ ചെലവ് എന്നുള്ളത്. മാത്രമല്ല വളരെ ലളിതവും സുതാര്യവും വളരെ എളുപ്പത്തിൽ വിജയിക്കാൻ കഴിയുന്ന ചോദ്യങ്ങളുമാണ് ഇതിനുണ്ടാവുക. ഇതല്ല എന്നും കഠിനമാണെന്നും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പും ഈ കൈക്കൂലിയും എല്ലാം തന്നെ ഉദ്യോഗസ്ഥരും എല്ലാവരും ചേർന്ന് വാങ്ങിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.